കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളെ വീട്ടുമുറ്റത്ത് നട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പയറ്, പാവല്, വെണ്ട തുടങ്ങിയിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ. അപ്പം അതിൽ നമ്മുടെ ചീര വിളവെടുക്കാനായിട്ടുണ്ട്. വിളവെടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാടൊന്നുമില്ല. നമ്മൾ ഒരുപാട് വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ അതെല്ലാം ഒന്നും പിടിച്ചില്ല. കുറച്ചെണ്ണമായിട്ട് കുറച്ച് മാത്രമായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തല വെട്ടിക്കൊടുത്താലേ അത് ഇനി നന്നായിട്ട് വളരുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് നമുക്ക് ചീരത്തോരനും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചീര പറിച്ചു വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്കതെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചാൽ നാളെ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപ്പേരി വെക്കാൻ എളുപ്പമായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചീര പറിക്കുകയാണ്. ചീര പറിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് മുറ്റത്തേക്ക് ഇറങ്ങിയാലും എൻ്റെ പുറകെ വാലായിട്ട് ഇവരെല്ലാവരും കൂടെ ഉണ്ടാവും. ഇനി ഞാൻ ഇവിടുന്ന് എപ്പോഴാണോ പോകുന്നത് അപ്പോഴാണ് അവരും തിരിച്ചു പോവുള്ളൂ. അപ്പോൾ അതുവരെ അവർ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും. അപ്പോൾ നമ്മൾ 2 ചീര ഉണ്ടായിരുന്നു കേട്ടോ. ചുവപ്പ് നട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പച്ചയും നട്ടിട്ടുണ്ടായിരുന്നു. രണ്ടും അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും ഒന്നും കൂടി ഒന്ന് വളർന്നത് ചുവപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ചീര മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ പയറും പാവലും എല്ലാം ഉണ്ട്. പയറും പാവലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചീരയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നാളത്തേക്ക് നമുക്ക് ചോറിന് ഉപ്പേരി വെക്കാനായിട്ടുള്ള ചീരയായി. ഇവിടെ മാത്രമല്ല, ഇനിയിപ്പം നമ്മുടെ അടുക്കള ഭാഗത്തു കൂടെ ഒരു 3-4-5 ചെടിയിലും കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൂടി പറിക്കുമ്പം അത്യാവശ്യം കുറച്ചും കൂടി ഉണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെ മുറ്റത്ത് ഒരു എന്തെങ്കിലുമൊക്കെ നട്ടിട്ട് അതിൽ നിന്ന് കുറച്ചാണെങ്കിലും ഒരു വിളവ് ലഭിക്കുമ്പം അതൊരു സന്തോഷം തന്നെയല്ലേ.